നമസ്കാരം. പലരും എന്നോട് ചോദിക്കുന്നത്, എന്റെ മെസ്സേജൊക്കെ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അവരുടെ തെറ്റുകളെല്ലാം തിരിച്ചറിയുന്നു, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില ദുശീലങ്ങൾ, ചില അടിസ്ഥാന സ്വഭാവങ്ങൾ, ഇതൊക്കെ എത്ര കണ്ട് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അത് പിന്നെയും ആ തെറ്റുകൾ തന്നെ പറ്റിപ്പോകുന്നുണ്ട്. ഈ ചില അഡിക്ഷൻ, ഇപ്പൊ ലഹരിയിലാണെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആകെ നിരാശപ്പെട്ടൊക്കെ പലരും എന്നോട് വിളിച്ച് വിഷമം പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോ ഒരു ഹൈന്ദവ കുടുംബത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ നമ്മൾ ജനിക്കാതെ നിവൃത്തിയില്ല. കാരണം മതം സ്പ്രെഡായിട്ടുണ്ട്, ഭൂമിയിൽ മതമില്ലാതെ ഒന്നുമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു മതത്തിലായിരിക്കും ആരും ജനിക്കുന്നത്. ജനിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച മതത്തിലൂടെ തന്നെ മറികടന്ന് ഹൈ ലെവലിൽ എത്താൻ പറ്റുമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന അറിവില്ലായ്മയിലും പിന്നീടുള്ള ജീവിത രീതിയിലും ശൈലിയിലും കർമ്മങ്ങൾ ഒരുപാട് പിന്നെയും തെറ്റി നിങ്ങൾ ഒരുപാട് നെഗറ്റീവിലോട്ട് ആയിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ ശ്രമിച്ചിട്ടും പറ്റാത്തത് എന്ന് തിരിച്ചറിയണം. കാരണം നേരത്തെ ഉള്ള മുൻജന്മങ്ങളിലുള്ളതും അതിന് മുമ്പേ മാതാപിതാക്കൾ വഴി വന്ന നെഗറ്റിവിറ്റിയും എല്ലാം അടിഞ്ഞുകൂടി ഒരു ലെവലിൽ നിൽക്കവേ നിങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ, ഓർമ്മ വെച്ച കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്താൽ തന്നെ മനസ്സിലാകും, അതാണ് ഓർമ്മ വെച്ച കാലം. നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ കാണും. എന്തുകൊണ്ട് ഓർമ്മയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കർമ്മം തെറ്റി എന്ന ഒരു ഭാഗം അവിടെ കിടക്കുന്നത് കൊണ്ട് ദൈവം തന്നെയാണ് നമ്മുടെ മനസ്സിൽ അത് ഇപ്പോഴും അത് ഓർമ്മയിലിട്ട് വെച്ചിരിക്കുന്നത്. കാരണം അത് ഓർക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു കാലത്ത് പശ്ചാത്താപം വരികയോ മാനസാന്തരം വരികയോ ചെയ്യുമ്പോൾ ഇത് ഓർത്ത് അന്ന് ക്ഷമ ചോദിക്കാനാണ് ചെറുപ്പകാലം മുതലേ ഉള്ള ചില തെറ്റുകളും മണ്ടത്തരങ്ങളും ഇപ്പോഴും ഓർമ്മയിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതെല്ലാം ജനിച്ചതിന് ശേഷം നമ്മുടെ അറിവ് വെച്ചതിന് ശേഷം പറ്റിപ്പോയ തെറ്റുകളാണ്. കുട്ടിയായിരിക്കുമ്പോഴേ അറിവുള്ളവരുണ്ട്, എന്നാൽ ഒരു 10-12 വയസ്സിന് ശേഷം അറിവ് വരുന്നവരുണ്ട്. അപ്പം ചെറുപ്പകാലം മുതലേ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, നമ്മൾ ആത്മാവ് അത്രയും വളർച്ചയുള്ളത് കൊണ്ട് കുട്ടിക്കാലം മുതലേ അറിവുണ്ട്. ആ അറിവിലൂടെ തെറ്റിയത് പലതും ഇപ്പോഴും ഓർമ്മയിലുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവത്തോട് ക്ഷമ ചോദിച്ച് പശ്ചാത്തപിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോ നമ്മൾ ശ്രമിച്ചത് കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ തെറ്റുകൾ നമ്മൾ മറികടക്കുന്നു പോകാൻ പറ്റൂല. കാരണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓർമ്മ വെച്ച നാൾ മുതലേ ഉള്ള തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ വന്ന നെഗറ്റീവ് എനർജീസ്, നെഗറ്റീവ് ശക്തികൾ, ഓരോ തെറ്റുകൾ പറ്റുമ്പോഴും നമ്മൾ നെഗറ്റീവ് ആവേണം. തെറ്റെന്ന് പറയുമ്പോഴേ നെഗറ്റീവ് ആവേണല്ലോ. അപ്പം അത്രയും നെഗറ്റീവ് ശക്തികൾ നമ്മളെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കൂടി വരും. അങ്ങനെ കൂടി നിൽക്കുന്ന നിങ്ങൾ, ഇത്രയും നെഗറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ട്, അത്രയും നിങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന നിങ്ങൾക്കത് കണ്ടാലെന്ന് മനസ്സിലാവില്ല. ഇതെങ്ങനെ തിരിച്ചറിയുന്നു വെച്ചാൽ ഇപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എങ്ങനെ? നമ്മൾ നന്നാവാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഒരു ദുശീലം, സിഗരറ്റ് വലി അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ ഇതേപോലെ ഈ മുറുക്കാനും ഒക്കെ ചവയ്ക്കുന്ന ശീലം, ഇത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ പോലും മനസ്സിന്റെ എവിടെയോ ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അതിഭയങ്കരമായ പ്രേരണ വന്ന് പിന്നെയും നമ്മളത് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, നിങ്ങളിൽ അത്രയും നെഗറ്റിവിറ്റി കൂടി നിപ്പുണ്ട്. നെഗറ്റിവിറ്റി വളരെ കുറഞ്ഞൊരു വ്യക്തിക്ക് എനിക്ക് നന്നാകണം എന്ന് വിചാരിച്ച് ശ്രമിച്ചാൽ പെട്ടെന്ന് അവന്റെ പല കാര്യങ്ങളും തെറ്റെന്ന് കാണുന്നത് ഒഴിവാക്കാൻ അവന് ഈസി ആയിട്ട് പറ്റും. നമുക്കത് പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും തെറ്റെന്ന് മനസ്സിലായ സാധനത്തെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിചാരിച്ചുകൊള്ളണം, പണ്ട് മുതലേ ഉള്ള നെഗറ്റിവിറ്റി അടിഞ്ഞടിഞ്ഞു കൂടി ഇപ്പോ നല്ല നെഗറ്റീവായി നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന സത്യം തിരിച്ചറിയണം. പക്ഷെ അറിവുകൾ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിലുള്ള അടിഞ്ഞുകൂടിയ നെഗറ്റീവ്സിനെ അല്പമായി പുറന്തള്ളണം. അതെങ്ങനെ പുറന്തള്ളും? ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിനുള്ള ചില ശക്തി, ദൈവം ചില നെഗറ്റീവ് ശക്തികളെ പുറത്താക്കാനുള്ള ശക്തിയും ബലവും നിങ്ങളുടെ ആത്മാവിന് ദൈവം പകർന്നു തരികയും അതൊക്കെ നമ്മുടെ ഉള്ളിലൂടെ നടക്കും. അതിനാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ചൈതന്യം ഇരിക്കുന്നതേ നമ്മൾ ആത്മാവിനെ സഹായിക്കാനാണ്. പക്ഷേ ഈ സത്യങ്ങളും തിരിച്ചറിയാതെയും ചോദിക്കാതെയും പറയാതെയും ഈ കാര്യം നടക്കൂല. എല്ലാവരും വിചാരം ദൈവം എല്ലാം അറിയുന്നുണ്ട്, എല്ലാം സമയസമയം നടത്തിക്കൊള്ളുന്നു. അങ്ങനെയൊന്നുമില്ല, നടത്തും. ഒരു അടിസ്ഥാന പ്രോസസ്, ഒരു ആവറേജ് കാര്യം ഒരു മനുഷ്യ ജന്മത്തിന് എല്ലാവർക്കും വേണ്ടത്, മൃഗത്തിനും എല്ലാവർക്കും വേണ്ട ഒരു അടിസ്ഥാന ചില കാര്യങ്ങൾ എല്ലാവരിലും ഉണ്ട്. അതേ നിൽക്കുകയുള്ളൂ. അതിനപ്പുറത്തുമായിട്ട് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മളുടെ പ്രവൃത്തികൾ നന്നാക്കാനോ നമുക്ക് അതിനുള്ള ഊർജം അല്ലെങ്കിൽ അതിനുള്ള ശക്തി വേണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചും ചോദിച്ചും ചെയ്താലേ അത് കിട്ടുള്ളൂ. അതിനാണ് ഈ പ്രാർത്ഥനയുടെ കാലം. പ്രാർത്ഥിക്കണ്ടല്ലോ, ദൈവം സൃഷ്ടിച്ചു,
ദൈവം തന്നെ നടത്തും, ദൈവം തന്നെ കൊണ്ടുപോകും, നമ്മൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ചാൽ പോരെ. പിന്നെ എന്തിനാണ് പ്രാർത്ഥന? ഇപ്പൊ എല്ലാം പ്ലാൻ ചെയ്താണ് നമ്മളെ ജനിപ്പിച്ചതെങ്കിൽ നമ്മൾ ചുമ്മാ നടന്നാൽ പോരെ. പിന്നെ ഈ ദൈവത്തെ അറിയണമെന്നോ മതം ദൈവം ഇതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. പക്ഷെ ഇത് എന്തിനാണ് ഇതിന്റെ ആവശ്യമുള്ളത്? നമുക്ക് ഒരു ലെവലിൽ നിന്ന് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഈ ഊർജത്തെ അല്ലെങ്കിൽ ഈ ശക്തിയെ പ്രകൃതിയിൽ നിന്നും നമുക്ക് ആവാഹിച്ചെടുത്തേ പറ്റൂ. അതിനാണ് പണ്ടേ അമ്പലങ്ങളിലൂടെയൊക്കെ ഈ ഊർജത്തെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന പ്രക്രിയ ദൈവം തുടങ്ങി വെച്ചതേ. ഈ ഊർജം നമുക്ക് വേണം എന്തിന്? ഒരു ലെവലിൽ നിന്ന് അപ്പുറത്തോട്ട് വരാൻ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളിലുള്ള തിന്മ ശക്തിയെ പുറത്ത് തള്ളിക്കളയാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റൂല, നമുക്ക് കാണാനൊന്നും പറ്റൂല. അപ്പൊ അത് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മതലത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ സംഭവിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലൂടെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ മറ്റ് അദൃശ്യ ശക്തികളിലൂടെയൊക്കെയാണ് നമ്മളിതെല്ലാം ആൾക്കാർ ചെയ്യുന്നതും പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ കാലഘട്ടം ശരിക്കും കലിയുഗം അവസാനിക്കുന്ന സമയമായതുകൊണ്ട് തിന്മയുടെ ശക്തികൾ അത്ര പവറാണ്. കാരണം അവസാനിക്കാറായി, സത്യയുഗവും തുടങ്ങി, പ്രകൃതി സ്ട്രിക്റ്റായി, മനുഷ്യന്റെ പ്രവൃത്തിയും അവന്റെ നീതി ന്യായ അതിന്റെയൊക്കെ നോക്കി ബാലൻസ് ചെയ്തേ ഈ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളത് നെഗറ്റീവ് ശക്തികൾക്ക് അറിയാം. അപ്പൊ നെഗറ്റീവ് ശക്തികൾ മാക്സിമം പവർഫുൾ ആയി നിന്നുകൊണ്ട് ആൾക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പൊ ഈ കാലഘട്ടത്ത് മറ്റ് ശക്തികളിലൂടെയൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നവർക്കാണ് ഞാൻ ഈ പറയുന്ന അവനവന്റെ ഉള്ളിലൂടെയുള്ള ചൈതന്യത്തോട് ആ ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുകയും ഇത് തിരിച്ചറിഞ്ഞ് അതിലൂടെ നമുക്ക് ഈ നെഗറ്റീവിനെയൊക്കെ പുറത്താക്കാൻ പറ്റും. ഇതാണ് ഹൈ. ഈ ഹൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോയിന്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ലോയിന്റെ പിറകെ പോകുന്നവർക്ക് ഹൈ പ്രവർത്തിക്കില്ല. ഇതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇപ്പൊ ഈ കാണുന്ന മിക്കവരും ഈ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ നെഗറ്റീവിനെ മാറ്റി തരണേ എന്നൊക്കെ പറഞ്ഞ് പലരും ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി അവരുടെ ഈ ലോ ശക്തികളുടെ പിറകെ അതും കൂടെ ഇതിനിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലോ ശക്തികളുടെ പിറകെ പോകുമ്പോൾ ഒരിക്കലും ഹൈ ശക്തി അവിടെ പ്രവർത്തിക്കില്ല. നമ്മൾ ഈ ലോ വിട്ട് ഹൈയിലോട്ട് പോയാലേ ഹൈ അവിടെ പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ തന്നെ ലോയിലൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടാലേ ഹൈയിലോട്ട് ആശ്രയിക്കുമ്പോൾ ആ ഹൈ നമുക്ക് ചെയ്തു തരുള്ളൂ. നമ്മൾ ഹൈയിലോട്ട് വെറുതെ പറയുകയും നമ്മുടെ ലക്ഷ്യവും പ്രതീക്ഷയെല്ലാം ഈ ലോയിൽ തന്നെ കിടന്നാൽ ഈ ലോയിലൂടെ നേടിക്കോ നടക്കണമെങ്കിൽ നടന്നുകൊണ്ട് പോട്ടെ എന്നേ ഹൈ ശക്തിയിൽ വിചാരിക്കുമോ. ഇപ്പൊ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് നമ്മൾ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നരേന്ദ്രമോദി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴി ഒരു കാര്യം സാധിക്കണം, വേറെ ആരെ കൊണ്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരിട്ട് അവിടെ ആശ്രയിച്ച് പോകുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലോക്കൽ നേതാക്കളും കൂടെ നമ്മൾ അവരുടെ അടുത്തും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യം നടത്തി തന്നാൽ, ഈ കാര്യം നടന്നാൽ ഇത് നമ്മൾ ക്രെഡിറ്റ് ആര് നടത്തിയെന്ന് വിചാരിക്കും? ഇപ്പൊ അടുത്തുള്ള ലോക്കൽ നേതാവ് പറയും ഞാനാണ് എല്ലാം റെഡിയാക്കി തന്നു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാനാണ് റെഡിയാക്കി തന്നത് എന്ന് ഈ നേതാവ് ചിലപ്പോൾ അവകാശപ്പെടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ലോക്കൽ നേതാവായിരിക്കും ചെയ്തു തന്നത്. പക്ഷെ ചെയ്തു തന്നത് നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ടായിരിക്കും ചെയ്തു തന്നത്. ആ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ ആയിരിക്കാം ചിലപ്പം ചില കാര്യങ്ങൾ നടന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടലിലായിരിക്കാം ഈ കാര്യം നടന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദിവസവും പൊയ്ക്കൊണ്ടിരുന്ന ഈ ലോക്കൽ നേതാവായിരിക്കും ഈ കാര്യം സാധിച്ചതെന്ന് വിചാരിക്കുമ്പോൾ അത് ശരിക്കും ആ സൃഷ്ടാവ് അല്ലെങ്കിൽ ആ വലിയ തലത്തിൽ നിൽക്കുന്ന നിങ്ങളെ സഹായിച്ച അതൊരു മനോവിഷമം ഉണ്ടാവും. അങ്ങനെയാണ്. അതുപോലെ തന്നെ സൃഷ്ടാവാൻ ദൈവം എന്നുള്ളൊരു മനസ്സാണല്ലോ. നമുക്കുള്ള സകലമായ വികാരങ്ങളും ഒക്കെ ഉള്ള ഒരു പാവം മനസ്സാണ് ഈ പ്രകൃതി എന്നുള്ള സൃഷ്ടാവാൻ ദൈവം. വളരെ ദുഷ്ട മനസ്സെന്ന് പറയുന്നത് നമ്മൾ അതേ മനസ്സിന്റെ ഹൈ എന്താണോ അതിലുള്ളത് അതിന്റെ ഒരു അല്പം നമുക്കുണ്ട്. ഇപ്പം സൃഷ്ടാവാൻ ദൈവത്തിലെ ദേഷ്യത്തിന്റെ മനസ്സ് ഒരു 100 ദേഷ്യം ഉണ്ടെങ്കിൽ അതിലെ 1% ഒരു അല്പം നമ്മളിലുണ്ട്. എന്താണോ നമ്മളിലുള്ളത് അതിന്റെയൊക്കെ അൾട്ടിമേറ്റ് ഹൈ ആണ് അതിലുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഫീലിങ്സ് ഒക്കെ അതിന്റെ ഹൈ ഈ പ്രകൃതിയിൽ അത് സൃഷ്ടാവാൻ ദൈവത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ടാണ് ചെറുകളുടെ പ്രതയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ കൂടി ഈ സൃഷ്ടാവ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ മെയിൻ കാരണം ചെറിയ വാതിലുകളെല്ലാം അടഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കണ്ടാൽ മാത്രമേ വലിയ വാതിലിൽ നിന്ന് നേരിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ. അങ്ങനെ അതാണ് പ്രകൃതിയുടെ വ്യവസ്ഥ. സൃഷ്ടാവ ദൈവം ദൈവം എന്നോട് പറയുന്നതേ ദൈവം അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ അപ്ഡേറ്റ് ചെയ്ത് മതങ്ങളിലൂടെ അപ്ഡേഷൻ ചെയ്തത്. കാരണം ആരും ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്താതെയായി. എല്ലാവരും ചെറുതിന്റെ പിറകെ കറങ്ങി അടുത്ത ജന്മം, പിന്നെയും ചെറുതുകളുടെ പിറകെ കറങ്ങി അടുത്ത ജന്മം, പിന്നെ ചിലർ നെഗറ്റീവിന്റെ പിറകെ വഴിതെറ്റിപ്പോയി, പിന്നെ അടുത്ത ജന്മം, ഇങ്ങനെ ജന്മജന്മാന്തരം പോകുന്നതല്ലാതെ അപൂർവം ചിലർ മാത്രമേ അവസാനം ആ സൃഷ്ടാവ ദൈവത്തെ മാത്രം മനസ്സിലാക്കി ധ്യാനിച്ചിരിക്കുന്ന ലെവലിലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ദൈവം തന്നെ ഇതിനൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇനി ചെറുതിനെ പഠിച്ചു പിടിച്ച് ഇനി വരണ്ട,
നേരെ ഈ വലിയവനായ എന്റെ കാര്യം മാത്രം പഠിച്ചാൽ മതി, നേരെ ഇങ്ങ് വാ, ഞാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാം, എല്ലാ കാര്യങ്ങളും എന്റെ നിയന്ത്രണത്തിലൂടെ നിങ്ങൾക്ക് ഓക്കെ ആക്കി തരാം, വഴിതെറ്റി പോകൂല എന്ന് പറഞ്ഞാണ് മറ്റ് ഈ ഏകദൈവ വിശ്വാസ മതങ്ങളായി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഈ അസുര ശക്തികൾ അതിൻ്റെ അകത്തും കയറി മൊത്തം കൊളവാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്നിലൂടെയെല്ലാം ഈ കാര്യങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹിന്ദു ആയാലും ശരി, അവൻ ആ സൃഷ്ടാവൻ ദൈവമായിട്ട് നേരിട്ട് ലിങ്ക് ഉണ്ടാക്കാം. ഈ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള വ്യവസ്ഥകളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. നേരിട്ട് ലിങ്ക് ഉണ്ടായി ആ ദൈവത്തിൽ നിന്നും ചില കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ വലിയ വലിയ ഓഫീസേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വരുന്നത്. നമ്മൾ കാണുന്ന ലോക്കൽ, നമ്മളെ കുടുംബത്തിന്റെ ആളായി നിൽക്കുന്ന ഒരു ലോക്കൽ ശക്തിയോ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ശക്തിയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി കേന്ദ്രത്തിലെ ശക്തിയൊന്നും ആയിരിക്കില്ല. ചിലപ്പം വലിയ തലത്തിൽ മറ്റ് വലിയ ഡയമെൻഷനിലൊക്കെ നിൽക്കുന്ന വലിയ വ്യക്തികളിലൂടെയായിരിക്കും നിങ്ങളെ വലിയ വലിയ സഹായങ്ങൾ ചെയ്യാൻ ആ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ പ്രശ്നം എന്താണ്, നമ്മൾ ഈ ചെറുതിലോട്ടുള്ള ഈ പിടിയിൽ അങ്ങ് വിട്ടിട്ട് വലുതിലോട്ട് പോകുന്നില്ല. ഇതൊരു വശം. രണ്ടാമത് പോണെങ്കിൽ പോലും അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. അതിൽ ഒരു വ്യവസ്ഥയാണ് ഞാൻ ഈ പറയുന്ന ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ള തെറ്റുകളും കുറ്റങ്ങളും. കാരണം കഴിഞ്ഞ ജന്മം അതിന്റെ മുന്നേ ജന്മം വിട്ടേ നമുക്ക് അറിഞ്ഞും കൂടെ ഒന്നും അറിഞ്ഞും കൂടെ. പക്ഷെ നമുക്ക് ഓർമ്മ വെച്ച നാളെ മുതലുള്ളതിന് പശ്ചാത്തലം വരുന്നില്ല. അപ്പൊ അതിന് പശ്ചാത്തലം വരേണ്ടത് എങ്ങനെ, അതാണ് അടുത്ത് നിങ്ങൾ തിരിച്ചറിയും. പശ്ചാത്തലം വന്നാലേ നിങ്ങൾക്ക് അത്രയും നെഗറ്റിവിറ്റി മാറുള്ളൂ. അത്രയും നെഗറ്റീവ് മാറിയാലേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളിലെ ഈ ബലഹീന ഭാഗങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. ലഹരിയാണെങ്കിൽ എന്താണെങ്കിലും ജയിക്കണമെങ്കിൽ കുറെ നെഗറ്റിവിറ്റി നിങ്ങളിൽ പോകണം. ഇപ്പൊ ഒരു ലോഡ് കല്ല് ഒന്നിച്ചെടുത്ത് പൊക്കി മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല. പക്ഷെ ഓരോ കല്ലുകളായിട്ട് പറക്കി കളഞ്ഞ് മൊത്ത കല്ല് നമുക്ക് കളഞ്ഞാം. അതുപോലെ ഓർമ്മ വെച്ച് നാളെ മുതലേ വലിഞ്ഞു കയറിയ നെഗറ്റിവിറ്റികളെല്ലാം ഓരോ കല്ലുകളായി പറക്കി എറിയുന്നത് പോലെ ഓരോ നെഗറ്റീവിനെയും നിങ്ങൾ പുറത്താക്കണം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറ്റിപ്പോയ ഓരോ തെറ്റിനെയും ഓരോ സമയത്തുള്ളത് നമ്മുടെ മനസ്സിൽ ദൈവം തന്നെ മറ്റു ശക്തികളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തന്നെ ഓർമ്മയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും ഓരോരോ കുഴപ്പം. അപ്പൊ ഓരോ കുഴപ്പങ്ങളും മനസ്സിൽ കണ്ടും കൊണ്ട് ഉള്ളിൽ പശ്ചാത്തലം വരണം. വെറുതെ ഇങ്ങനെ എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തട്ടിയ ചോദ്യം വരണം. ഉള്ളിൽ തട്ടി എന്നോട് പൊറുക്കണം, അതിലൂടെ വന്ന നെഗറ്റിവിറ്റിയെ എന്നിൽ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉന്മേഷം, ഒരു അകത്തൊരു ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ, ചിലർക്ക് രോമാഞ്ചം എടുക്കുന്നത് പോലെയും ചിലർക്ക് ഭയങ്കരമായി തണുപ്പടിക്കുന്നത് പോലെയും അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ തിരിച്ചറിവ് മനസ്സിലാക്കണം. നമ്മളിലുള്ള ആ ശക്തി, നമ്മളെ ചൈതന്യത്തിൽ ആ പവർ വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് സമയം എടുക്കും. വിചാരിക്കും പോലെ ഇപ്പൊ ഇത് കേട്ട ഉടനെ ഇന്നലെ രാത്രി മൊത്തം ഞാൻ പശ്ചാത്തപിച്ചു, രാവിലെ ആയിട്ട് എന്റെ ദുശ്ശീലം മാറുന്നില്ല എന്ന് ഒരിക്കലും പറയരുത്. അങ്ങനെ നടക്കില്ല. കാരണം ഒരു കാര്യം തന്നെ മനസ്സിൽ കണ്ടും കൊണ്ട് അതിന് പശ്ചാത്തലം ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്നിൽ ഭയങ്കരമായ ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് വരണം, ഇല്ലെങ്കിൽ ഭയങ്കരമായ എനർജി നമുക്ക് ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ ഭയങ്കരമായ ഒരു തണുപ്പ് ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ ഒരു ചൂട് പോലെ ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ രോമാഞ്ചം പോലെ ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ ശക്തി പ്രവാഹം, ഊർജ്ജ പ്രവാഹം നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്ത് സഞ്ചരിക്കുന്നതായിട്ട് അനുഭവം. ഇങ്ങനെ പല അനുഭവങ്ങൾ വരും. ഈ നെഗറ്റീവ് പുറത്തു പോകുന്ന ആ ലെവലിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും ചോദിച്ച് അനുഭവിച്ച് ദിവസങ്ങളോളം മെനക്കെട്ടിരുന്ന് ഇങ്ങനെ ചോദിച്ച് അനുഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, നിങ്ങൾ കുറെ പോസിറ്റീവായി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ദുശീലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബലഹീന വശമോ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചു നോക്ക്. നിങ്ങൾക്ക് ഈസി ആയിട്ടത് പറ്റും. ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ എന്നിൽ നിന്ന് കാര്യങ്ങൾ അത്രയും മനസ്സിലായി, ഇപ്പോൾ ഉള്ള പ്രശ്നം മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത്രയും നാൾ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് അത്രയും എവിടെ പോയി? അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. ദൈവമായിട്ട് ബന്ധം വന്നു, ദൈവത്തെ തിരിച്ചറിഞ്ഞു. പക്ഷെ അടിഞ്ഞുകൂടിയ നെഗറ്റീവിനെല്ലാം പുറന്തള്ളി കളയണ്ടേ, അതിലെ കീറി കളയണ്ടേ? അപ്പൊ അതിനെയാണ് ഈ പശ്ചാത്താപം എന്ന് പറയുന്നത്. അപ്പൊ പശ്ചാത്തപിച്ച് മൊത്തത്തിൽ ഓൾ റൗണ്ട് ആയിട്ട് ഒരു പശ്ചാത്താപം വന്നാൽ അത് ഒരെണ്ണം പോവില്ല. അപ്പൊ എന്നോട് അങ്ങ് പൊറിക്കണമേ, എന്നോട് എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കല്ല് മൊത്തത്തിൽ എടുത്ത് മാറ്റുന്നത് പോലും നിങ്ങളെ കൊണ്ടത് പറ്റുമോ? നിങ്ങൾ ആത്മാവിന് അത്രയും ശക്തിയില്ല. അപ്പൊ ഓരോരോ കല്ലുകളായിട്ട് പറക്കി പുറത്തെറിയണം. അതൊക്കെ ചെയ്തു തരണം നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ ആത്മാവിന്റെ ബലം അനുസരിച്ച് മറ്റ് പോസിറ്റീവ് ശക്തികൾ സഹായിക്കുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കണം. അപ്പൊ ഓരോ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഈ പശ്ചാത്താപവും കുംഭസാരവും ഒക്കെ എല്ലാ മാർഗത്തിലും, ഹൈന്ദവത്തിലാണെങ്കിൽ എല്ലാത്തിലും അടിസ്ഥാനം ഇതാണ്. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം ചെയ്യണം. ഏത് മാർഗത്തിലുള്ളവർക്കും അവനവന്റെ നെഗറ്റീവിനെ പുറത്ത് കളയണമെങ്കിൽ ഓരോ തെറ്റുകളും പറ്റി ഓർമ്മയിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങൾ പശ്ചാത്തപിച്ചു, അതിലൂടെ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്തു, അത് നിങ്ങളുടെ ഉള്ളിൽ കിട്ടും. എനിക്ക് ദൈവം അത് മാറ്റി തന്നു എന്നൊരു ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അത് അനുഭവിച്ചറിയേണ്ട ഒരു അനുഭവം. പക്ഷെ ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നാലേ ഈ അനുഭവം കിട്ടുള്ളൂ. അല്ല വെറുതെ മനസ്സുകൊണ്ട് വാഗൊണ്ട് പറഞ്ഞ് ഒന്നും നടന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനർത്ഥം പ്രാർത്ഥന ദൈവത്തിലോട്ട് എത്തിയിട്ടുമില്ല, അവിടെ നിന്ന് ഈ നെഗറ്റീവ്സിനെ പുറത്താക്കാനുള്ള ഒരു വഴിയും ചെയ്ത് തന്നിട്ടുമില്ല. അതുകൊണ്ടാണ് ഫലം വരാത്തത്.
ശരിക്കുള്ള പ്രാർത്ഥനയിലൂടെ ഇത് നടന്നാൽ അതിനുള്ള ഫലം വന്നിരിക്കും. ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മുടെ മനസ്സിൽ തന്നെ ഓർമ്മകളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓർക്കുന്നതെല്ലാം പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ക്ഷമയും പറഞ്ഞ് ഇരിക്കുമ്പോൾ ഈ നെഗറ്റീവ്സിനെ പുറത്താക്കാൻ പറയണം. ഇന്ന തെറ്റിലൂടെ എനിക്ക് അന്ന് ഒരു അബദ്ധം പറ്റി, അന്നത് പറ്റിപ്പോയി. കാരണം എന്റെ മെസ്സേജിലൂടെ എല്ലാവർക്കും ഇനി ശരിയും തെറ്റും പിടികിട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പോഴാണ് ഇനി തെറ്റാതെ ശ്രമിക്കുന്നതെല്ലാം ഇപ്പോഴാണ്. പക്ഷെ ഇത്രയും നാളും തെറ്റിയതിലൂടെ വന്ന നെഗറ്റീവോടെ പോയി. അത് നിങ്ങളിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ മക്കളിലുണ്ട്. അപ്പൊ അതിനെ പുറത്താക്കാൻ അടുത്ത പ്രാർത്ഥിക്കണം. അതാണ് അടുത്ത പ്രധാന മാർഗം. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്ക്. ഇനി ബാക്കി എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഈ അടുത്ത മെസ്സേജിൽ പറയാം. ഓക്കെ.